നമ്മളിപ്പം പോകാൻ വന്ന വളരെ ഡേഞ്ചറായ സ്ഥലത്ത് കൂടെ കേട്ടോ. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിട്ട് കേട്ടോ. അത് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Once again, welcome back to our new vlog. നമ്മുടെ ഈ ട്രിപ്പ് നമ്മൾ ഊട്ടിയിലായിട്ടാണ് പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്ന ട്രിപ്പാണ്. ഒരു പ്ലാനിങ്ങും ഇല്ല. പെട്ടെന്ന് തോന്നി, ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ണിയും കൂടി ഉണ്ട്. എല്ലാ കാഴ്ചകളും കാണാട്ടോ. ഭയങ്കര തണുപ്പ് അവിടെ. അത് നല്ല തണുപ്പാണ്. ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. കുറച്ച് അമ്മൂസും പറഞ്ഞോട്ടോ. അതെ, നമ്മള് പിന്നെ ഊട്ടീന്റെ ഒരു നിങ്ങൾ അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും കൂടി ആട്ടോ ഞങ്ങൾ പോകുന്ന. കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ യൂഷ്വലി പോകുന്നത് ബോട്ട് ഹൗസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, അതൊക്കെയാണ്. പക്ഷെ ഇത് സ്പെഷ്യൽ സ്ഥലാട്ടോ. അതെ, എവിടാണെന്ന് ഊട്ടിയെ തൊട്ടറിഞ്ഞൊരു യാത്ര. ശരിക്കും ഊട്ടി എന്താണ്, ഊട്ടിയിൽ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പോയാലാട്ടോ മനസ്സിലാവും. ശരിക്കും നമ്മൾ ഇവിടെ വരെ വരും. പക്ഷെ ഒന്നല്ല, ഇത് ഏകദേശം ഒരു ഊട്ടിന്ന് ഒരു 70 കിലോമീറ്റർ ഉള്ളോട്ടാണ്. എങ്ങോട്ടാണ്? എത്ര കിലോമീറ്റർ ആണ്? 70 കിലോമീറ്റർ. ഓൾമോസ്റ്റ് വൈൽഡ് ലൈഫ്. യെസ്, കുറെ ഒരു 30-35 കിലോമീറ്റർ നമ്മൾ കാട്ടിലൂടെ തന്നെ ചെയ്യണോ, ട്രാവൽ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറച്ച് കാട്ടുപോത്തുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളും കാട്ടുപോത്തുകളും മയിലും അടിപൊളി പുലി. പക്ഷേ പുലി വരുതേ അണ്ണാ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതെ, വീഡിയോ കണ്ടിട്ട് നിങ്ങള് ആസ്വദിക്കുക. യെസ്, അപ്പൊ വീഡിയോയിലേക്ക് പോയേക്കാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിട്ടോ. രാത്രിയാണ്, അപ്പം കൂടുതലൊന്നും കാണാനില്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ രാത്രി ഷോട്ട്സ് കുറവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ യാത്രേൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരു ഊട്ടിയുടെ കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നല്ല നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരം വെളുത്തിട്ടോ. അമ്മൂസിൽ ഇപ്പോഴാണ് നേരം വെളുത്തത്, കാരണം ബാക്കി കിടന്ന് ഉറങ്ങിയിരുന്നു. പക്ഷേ ഞങ്ങൾ എപ്പോഴാണ് ഇറങ്ങിയത്? ഇറങ്ങാൻ 2-2:30 ഇറങ്ങി. 2:30 ഞങ്ങൾ എണീച്ച് ഒരു 3 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞങ്ങളിപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ കുറച്ചില്ലേ പകുതിയോളം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷെ എവിടെ എത്തിയില്ല. ഞങ്ങൾ എവിടെയപ്പോ ഇനിയും മൊത്തം അല്ല, നമ്മുടെ എന്താ പറയാ, അട്ടപ്പാടിയിലോട്ട് ഇനിയും ഉണ്ട് 1.5 മണിക്കൂർ. ഉണ്ണിന്റെ ഞങ്ങളപ്പോ പമ്പിൽ നിർത്തിയതാണ് ഒന്ന് ബാത്റൂം പോവാൻ. അതെ, ബാത്റൂം പോകാനൊക്കെ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, ഉണ്ണി സെറ്റ് അല്ലേ? അതെ, അപ്പൊ നമുക്ക് പോയാലോ അല്ലേ? ലേറ്റ് ആവില്ല. എന്തായാലും നമ്മള് പറപ്പിച്ചു വിടില്ലേ? പറപ്പിച്ചു വിടും പാപ്പ. ഇതാണ് അട്ടപ്പാടി. ഇവിടെ മുതലാണ് നമ്മുടെ കാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അട്ടപ്പാടി ഫോറസ്റ്റ് ഒന്നൊന്നര ഫോറസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ഈ റൂട്ട് അട്ടപ്പാടി, മുള്ളി, ഊട്ടി, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അട്ടപ്പാടി, മുള്ളി, ഊട്ടി, ഈ റൂട്ടിനാണ് ഞങ്ങൾ ഊട്ടി കയറാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകൾ മറ്റേ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എന്നും ടിപ്പിക്കൽ കാഴ്ചകൾ തന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ റൂട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും നമ്മൾ കാണാത്തത്. എന്താണ് റോഡ് ആർക്കും അറിയില്ല, എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാവില്ല, ആങ്സൈറ്റി അറിയില്ല ഓരോന്നോരോന്ന് ഇങ്ങനെ കാണുമ്പോഴും. അപ്പോൾ നല്ലൊരു അടിപൊളി റൂട്ടാണ്. അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല ഈ റൂട്ട്. അങ്ങനെ അധികം ആൾക്കാരും
കാണുന്ന സ്ഥിരം കാഴ്ചകൾ മാത്രമാണ് ഊട്ടി. പക്ഷെ യഥാർത്ഥ ഊട്ടിയിലോട്ടാണ് നമ്മൾ പോയത്. നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. നമ്മൾ ഇറങ്ങിയപ്പോൾ മുതൽ മഴയാണ്. ചില ഭാഗത്ത് മാത്രം മഴയില്ല, പക്ഷെ ഭൂരിപക്ഷം ഏരിയകളിലും മഴയായിരുന്നു കേട്ടോ. നല്ല മോശമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. പുഴയെല്ലാം കലങ്ങി കുത്തി മറിഞ്ഞിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ഭീകരാവസ്ഥയാണെന്നുള്ളത്. റോഡൊക്കെ കുറച്ച് മോശമാണ്. ചില റോഡ് പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പല ഏരിയകളിലും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റൂട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ കേട്ടോ. അവിടെ പോയപ്പോൾ നമ്മൾ കണ്ട പഴയ വീടുകളും തെങ്ങും തോപ്പുകളും അങ്ങനത്തെ ഏരിയകളൊക്കെയാണ്. പക്ഷേ റോഡ് വികസനം നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന ഒരു റോഡാണിത്. പക്ഷേ അത് വികസനം ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദൂരെ കാണുന്ന മലകളെ കാണില്ല, പച്ച കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ. കാരണം മഴക്കാലത്തിൻ്റെ പ്രത്യേകത ആകാശം ഒന്നും നോക്കിക്കേ. ഈ റൂട്ടിൽ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. ഈ റൂട്ടിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി മുന്നോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത്. നമ്മുടെ പഴയ ഒരു നാട്ടിൻപുറത്ത് കൂടെ പോകുന്നൊരു ഫീലുണ്ട് കേട്ടോ. തെങ്ങും തോപ്പും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ. എവിടെ നോക്കിയാലും സീനറി മാത്രം. എത്ര വീഡിയോയും ഫോട്ടോയും എടുത്തിട്ട് നമുക്ക് മതിയാവുന്നില്ല. ഞങ്ങളിങ്ങനെ അല്ലെങ്കിൽ ഈ റൂട്ടിൽ എന്താ അങ്ങനെ ആളില്ലാത്ത? എപ്പോഴെങ്കിലും ബൈക്ക് പോകുന്നുണ്ട്, എപ്പോഴെങ്കിലും വണ്ടി പോകുന്നുണ്ട്. റോഡ് പണീൻ്റെ ഇത് മാത്രം പോകുന്നുള്ളൂ. അല്ലാതെ നമ്മളൊന്നും അങ്ങനെ നോക്കണ്ട. ഒരു കേരള കാണുന്നില്ല. എവിടെ നോക്കിയാലും നമ്മൾ എത്തുമ്പോൾ കേരളാണെന്ന് നോക്കി. ഈ തീരെ കേരള കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പോകുമ്പോൾ. ഒരു അടിപൊളി യാത്ര തന്നെ, ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒരു ഉണ്ണി നോക്കിയേ. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞങ്ങൾ പോകുന്ന യാത്ര കേട്ടോ. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോകില്ല, പക്ഷേ അന്നൊന്നും നടക്കാറില്ല സത്യം പറഞ്ഞാൽ. ഇതൊരു പെട്ടെന്നൊരു ദിവസം അങ്ങ് നമ്മൾ വിചാരിക്കുന്ന അപ്പം തന്നെ പോകുന്നു. ഒന്നും പറയാനില്ലാത്തൊരു യാത്ര, അടിപൊളി യാത്ര. അടിപൊളി മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇത് അമ്മൂസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇറങ്ങി നിൽക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഇത് അമ്മൂസിൻ്റെ ചിരി കണ്ടോ? അടിപൊളിയാന്ന് പറഞ്ഞത്.
കേരള തമിഴ്നാട് ബോർഡറിലാണ് എത്തിയത്. അപ്പം അപ്പുറത്തേക്ക് ബോർഡറാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇക്കോടെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. കുറച്ചേ ഉള്ളൂ, ഫുള്ളൊരു കാട്ടിക്കൂടി ആട്ടോ പോകേണ്ടത്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇക്കോ ചോദിക്കാൻ പോയിട്ട് ഇക്കോ വന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അവിടേക്ക് എന്തായാലും പോകാൻ പറ്റൂല. കാരണം അവിടെ അതായത് തമിഴ്നാട് എന്നുള്ളൊരു പ്രശ്നം കാരണം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവര് എഴുതി തന്നിട്ടുണ്ട് എങ്ങനെയാ പോകേണ്ടതെന്ന്. അപ്പൊ നമ്മൾ വന്ന വഴി റിട്ടേൺ അടിച്ച് പോയിക്കൊണ്ടേയിരിക്കണം. അല്ലേ എന്താ പറഞ്ഞു? അങ്ങനെ ഞങ്ങള് വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാ. അങ്ങനെ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാട്ടോ. നീ കിടന്നാലോചിക്കുന്നുണ്ട് വഴിക്ക്. ചെക്ക് പോസ്റ്റ് അടച്ചതാണ്. ഇനി ആരും ഈ വഴിക്ക് വരരുത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും കാണാം. ചിരിക്കുന്നതാണ്. എന്നാലും എത്ര റോഡിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പോകുന്ന റോഡ് പണി നടക്കുന്നുണ്ട്. മലയാളീസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ. എന്നാ ആരെങ്കിലും ഒന്ന് പറയാം ഊട്ടിയിലേക്കാണോ പോകുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വഴി ചോദിച്ചു. ഊട്ടി നേരെ പൊക്കോളാണ് അയാള്. എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാമോ? അപ്പൊ ഞങ്ങൾ വേറെ വഴിക്കാ പോകണം. കോയമ്പത്തൂർ റൂട്ട് വഴി ഊട്ടിക്ക് എനിക്ക് പോകാൻ പറ്റും കേട്ടോ. വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുക കേട്ടോ. ഇതാണ് ഭവാനിപ്പുഴ. ഭവാനി അവിടെ ഇവിടെയല്ലേടാ മുതലേനെ കണ്ടല്ലേ? ഇവിടെ തന്നെയാണോ? പറയാം. അങ്ങനെ ഏറെ നേരം ഞങ്ങള് കാർ ഓടിച്ച് തമിഴ്നാട്ടിലെത്തി. അതെ, വഴി തെറ്റിയാൽ എന്താ? വഴി തെറ്റില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി എവിടേക്കാ? ഇനി അങ്ങ് ദൂരം ആരും പോവാത്ത സ്ഥലത്തേക്ക്, ഊട്ടി. അതെ, ഊട്ടിയിലേക്ക്. ഉണ്ണി കോയമ്പത്തൂർ പോണെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല കേട്ടോ. ഉണ്ണി, ആർ യു റെഡി? Go 500 meters.
ഗായ്സ് അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തിയില്ലെന്ന് ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങള്. ഇവിടെ ഒരു മഴയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മുടെ മഴ ഉണ്ടെന്നാണ് അമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ? ഉണ്ണി എന്തായിരിക്കുന്നു? അയ്യോ ഉണ്ണി ഈ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ ഉണ്ണി? പക്ഷെ ഊട്ടി എന്നുള്ളൊരു ബോർഡും കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഭാഗ്യത്തിൽ ഗൂഗിൾ മാപ്പിൽ മാത്രം കണ്ടിട്ടുള്ളൂ. തമിഴ്നാട്ടിലാണ്. പിന്നെ യാതൊരു ഊട്ടിന്റെ ആയിട്ടുള്ള യാതൊരു അണ്ണാനഗർ കഴിഞ്ഞ് MGR നഗർ ആയിപ്പോയി. അതൊന്നും അറിയില്ല. പിന്നെ ആരും ആ റൂട്ടിൽ പോകരുത് കേട്ടോ, നമ്മള് കുടുങ്ങി പോകും. അതെ, കുറച്ച് ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്ക് അതിലൂടെ റൂട്ട് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വരികയാണെങ്കിലില്ലേ ചാവടിയൂർ, കോട്ടത്തറ, ആനക്കട്ടി, ഊട്ടി ആ ഒരു ഇതിലാണ് നിങ്ങൾ വരേണ്ടത് അല്ലേ? ഞങ്ങളിങ്ങനെ പോട്ടെ. അത് നല്ലില്ലേ, അത് നാട്ടിൻ പ്രദേശല്ലേ? നാട്ടിൻ പ്രദേശത്ത് കൂടിയാട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടിയിലേക്ക് പോകുമ്പോ ഒരു കാണാത്തൊരു നിന്റെ കഥ കഴിയുമ്പോഴാ മലയാളിക്കെന്താടാ കേട്ടോ മലയാളിയാടാ ചുമ സടകുടം പുണർമാലതമതലം നിന്റെ കഥ കഴിയുമ്പോഴാ. അങ്ങനെ ഹൈ റേഞ്ചിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുക കേട്ടോ നമ്മൾ. ഓരോരോ എയർപിന്നുകൾ ഈ യാത്രയിൽ കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മലകൾ കവർ ചെയ്തിട്ടാണ് ഞങ്ങളവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് ചുരം കയറി ഒരുപാട് എയർപിൻസുകൾ താണ്ടിയാട്ടെ ഞങ്ങൾ ഈ റൂട്ടിലൂടെ മുകളിലെത്തിയിരിക്കുന്നത്. ഒരു ട്രാവലിംഗ് അനുഭവം തന്നെ ആയിരുന്നു. ഡ്രൈവിങ് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ വളരെ വളരെ എന്താ പറയുക, ഒരുപാട് പ്രത്യേകത, നമ്മൾ ഒരുപാട് കാണാത്ത കാഴ്ചകൾ, ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റി. ഒരു പ്രത്യേക തരം യാത്ര തന്നെ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് മറ്റ് ഈ വീഡിയോസ് അങ്ങനെ റീച്ചോ കാര്യങ്ങളോ കിട്ടാറില്ല. പക്ഷെ ഇത് ഞങ്ങൾ സാറ്റിസ്ഫൈ ആയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അടിപൊളി ഒരു യാത്ര ആയിരുന്നു. കാരണം യാത്രയിൽ മുഴുകിയതിനെ കൊണ്ട് പലപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു എന്നുള്ളതാട്ടോ സത്യം. കാരണം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് എന്തായാലും നിങ്ങൾ കാണണം. സെക്കൻഡ് പാർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിലാണുള്ളത്. ഓക്കെ,
ഊട്ടിയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് തനതായ കാഴ്ചകൾ നമ്മൾ കണ്ടു തുടങ്ങി. ഊട്ടിയിലോട്ട് അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഊട്ടിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒന്നും നിങ്ങൾ കാണാൻ പറ്റില്ല. ഊട്ടിയിൽ സാധാരണ കാണുന്ന ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എല്ലാം വെറൈറ്റി കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സാധാരണ ഊട്ടി വീഡിയോ എന്ന് പറയുമ്പോൾ ആരും കാണില്ല. പക്ഷെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിക്കും സ്വർഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി തണുപ്പാട്ടോ, മഴ ഉണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. നല്ല ക്ലൈമറ്റ്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ വരുമ്പോ. പ്രതീക്ഷിച്ചിട്ടോ. പിന്നെ അമ്മൂസ് ജാക്കറ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു സ്ട്രോങ് പോകുന്നത്. ലേഡിയാണ് ഞാൻ. ഉണ്ണിയാണെങ്കിൽ ഫുൾ സെറ്റപ്പിലാ വന്നത്. ജാക്കറ്റ് അതൊക്കെ എടുത്ത് ഇപ്പൊ ട്രൗസർ പുറത്തൊക്കെ ഇട്ടിട്ട് ഫുൾ വൈബാണ്. ഉണ്ണിനെ കാണിച്ചു തരാട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ, വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. നമ്മൾ തീരെ ഒരു പ്ലാൻ ചെയ്ത ഒന്നും പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് അങ്ങ് വന്നു. ഇപ്പൊ 1:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ പതുക്കെ 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 അങ്ങനെ വന്നതാട്ടോ. അപ്പല്ലേ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട എങ്ങനെയുണ്ട്? അതെ, കഴിക്കാം, കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. കിട്ടുന്നതെങ്കിലും അതെ, വലിയ കാര്യം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് എനർജി ആയിട്ട് വരാം അല്ലേ? യെസ്.